അദ്ദേഹത്തെ കുറിച്ചിട്ട് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞ അനുസരിച്ചിട്ട് 1922 തിരുനെൽവേലിയിൽ വിരാണം എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. അന്നത്തെ കാലത്ത്, അതായത് 1922കളിലൊക്കെ അന്ന് നിങ്ങൾ തമിഴ്നാട്ടിൽ പഴയ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, ശരത് കുമാറിന്റെ നാട്ടാമൈ എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്. അപ്പൊ ഈ നാട്ടാമയായിരിക്കും ആ നാട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. അതായത് അവിടുത്തെ ഒരു പ്രമാണി മാതിരി എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് നാട്ടാമയായിരിക്കും. അപ്പൊ അവിടെ അന്ന് 1922 അദ്ദേഹം ജനിച്ചു കഴിഞ്ഞിട്ട് അവിടുത്തെ നാട്ടാമയുണ്ട്, അവിടെ ഒരു കണക്കപ്പിള്ളയുണ്ട്. ഈ നാട്ടാമയുടെ അരിക്കൽ പോയി പേരിടുന്നതിന് മുമ്പ് തന്നെ ജനിച്ച തീയതി പറയണം. ആ തീയതിയും ആൺകുളന്തെ പെൺകുളന്തെ അത് പറയണം. അപ്പൊ 1922 അദ്ദേഹം തിരുനെൽവേലിയിൽ ജനിച്ചപ്പോൾ അച്ഛൻ ഡാനിയൽ കങ്കാണി പോയിട്ട് അവിടെ തിരുനെൽവേലിയിൽ പേരൊക്കെ കൊടുത്തു. കണക്കപ്പിള്ളയുടെ ഒരിക്കൽ പേരൊക്കെ കൊടുത്തു. പേരല്ല, അന്ന് പേരിട്ടിട്ടില്ല, പേരിടുന്നതിന് മുമ്പ് ജനിച്ച തീയതിയൊക്കെ കൊടുത്തു. അതിനുശേഷമാണ് ഡാനിയൽ കങ്കാണി തമിഴ്നാട്ടിൽ നിന്നും, അതായത് ഈ ശരിക്കും മോൻ ജനിച്ചത് എനിക്ക് തോന്നുന്നു അപ്പൻ ഐശ്വര്യമായിരുന്നു തോന്നുന്നു. അപ്പന് ലോട്ടറി അടിച്ചു. അതായത് അന്നത്തെ കാലത്ത് ഈ കണ്ണൻദേവൻ മലനിരകൾ പറയുന്നത് മഴക്കാടുകൾ എന്നാണ്. ശരിക്കും അന്നത്തെ കാലത്ത് തമിഴ്നാടിന്റെ ഒരുപാട് ഭാഗങ്ങളിലെല്ലാം ശരിക്കും പറഞ്ഞാല് പഞ്ഞമാണ്. ശരിക്കും ആഹാര സാധനങ്ങളും ഒന്നുമില്ല. ശരിക്കും ഭയങ്കര പഞ്ഞമായിരുന്ന ഒരു കാലമാണ്. തമിഴ്നാട് മാത്രമല്ല, ഒരുപാട് എല്ലായിടവും ഓൾമോസ്റ്റ് അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അപ്പൊ അന്നത്തെ കാലത്ത് ഈ മോൻ ജനിച്ചു കഴിഞ്ഞപ്പോ അപ്പൻ ലോട്ടറി അടിച്ചു. അപ്പൊ അന്ന് ഇവിടെ നിന്നും കണ്ണൻദേവൻ കുന്നുകളിൽ നിന്നും അവിടെ പോയിരുന്ന ആളുകൾ ആദ്യമേ അവര് അപ്പനും മിസ്റ്റർ ജോസഫ് അച്ചായന്റെ അപ്പനും അമ്മയും ആദ്യം കണ്ണൻദേവൻ കുന്നുകളിൽ വന്നു. അതിനുശേഷം അപ്പൻ തിരുനെൽവേലിയിൽ തിരിച്ചു പോയിട്ട് അവിടെ നിന്നിട്ടും 150 ആളുകളുമായിട്ടാണ് അവര് തിരിച്ചു വന്നത്. അതായത് കങ്കാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ കണ്ണൻദേവൻ കുന്നുകളിലുള്ള മൂന്നാറുള്ള എല്ലാവർക്കും അറിയാം. മൂന്നാറിന് പുറത്തുള്ള ആൾക്കാർക്ക് അത്രമാത്രം അറിയുമോ എന്ന് എനിക്കറിയത്തില്ല. കങ്കാണി എന്ന് പറഞ്ഞാല് ഈ ഒരുപാട് ആളുകളെ, അതായത് നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് സൂപ്പർവൈസർ എന്ന് പറയാം. അതായത് കൺകാണി പവർ എന്നായിരുന്നു അന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. കൺകാണി പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കണ്ണിന്റെ പവർ, ഈ നോക്കുന്ന നോട്ടത്തിന്റെ പവർ, അതായത് ഒരു സൂപ്പർവൈസർ എന്ന് വേണമെങ്കിൽ നമുക്ക് ഇപ്പൊ വേണമെങ്കിൽ പറയാം. അപ്പൊ ഈ കങ്കാണി പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് ഭയങ്കര പവർഫുൾ മനുഷ്യനായിരുന്നു. ഈ കങ്കാണിമാരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാടിന്റെ പല ഭാഗത്തിൽ നിന്നും ഒരുപാട് ആളുകളെ ഇവിടെ ഈ കണ്ണൻദേവൻ കുന്നുകളിൽ ജോലിക്ക് വേണ്ടിയിട്ട് കൊണ്ടുവരേണ്ടത്. ഇവിടെ ജോലിക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ട് അവരുടെ ആഹാരത്തിന്റെ കാര്യങ്ങളും അവരുടെ ശമ്പളവും അവരുടെ ജോലിയും എല്ലാ കാര്യങ്ങളും നോക്കുന്നത് കങ്കാണിമാരായിരുന്നു. ഈ കങ്കാണിമാർ യൂറോപ്യൻ മാനേജ്മെന്റിന്റെ അടുത്ത ആൾക്കാരായിരിക്കും. അപ്പം യൂറോപ്യൻ മാനേജ്മെന്റ് പറയുന്ന കങ്കാണി കേൾക്കും, കങ്കാണി പറയുന്നത് യൂറോപ്യൻ മാനേജ്മെന്റ് കേൾക്കും. അപ്പം ഒരു തലയ്ക്ക് ഇത്ര കാശ് എങ്ങനെയായിരുന്നു ഒരു കങ്കാണിക്ക് ഒരു ഇത് നിശ്ചയിച്ചിരുന്നത്. അപ്പം ഒരു തലയ്ക്ക് അന്നത്തെ കാലത്ത് എത്രയാണ്, 5 കാശോ അങ്ങനെ ഒരു ചെറിയ ഒരു എമൗണ്ട് പറഞ്ഞിരുന്നു. അങ്ങനെ 150 പേരെ ജോസഫ് അച്ചായന്റെ അപ്പൻ, നമ്മുടെ തലൈവറുടെ അപ്പൻ തിരുനെൽവേലി വിരാണം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും അവരുടെ ബന്ധുക്കളും അല്ലാതെയും ഒക്കെ അങ്ങനെ അന്നത്തെ കാലത്ത് ഒരുപാട് പേരെ തിരുനെൽവേലിയിൽ നിന്നും ഇവിടെ ഈ കണ്ണൻദേവൻ കുന്നുകളിൽ കൊണ്ടുവന്നു. അപ്പൊ അവർ വന്ന വഴി എന്ന് പറഞ്ഞാൽ തിരുനെൽവേലിയിൽ നിന്നും ബോഡി നായ്ക്കന്നൂർ എത്തും. ബോഡി നായ്ക്കന്നൂരിൽ നിന്നും മുന്തൽ വഴി കൊരങ്ങണിയിലെത്തും. അതായത് ഇതിന്റെ ഒരു ജോഗ്രഫിക്കൽ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാറിന്റെ, അതായത് ദേവികുളത്തിന്റെ ഒരു കിഴക്കൻ ഏരിയ ആണ് ഒരു ബോഡി നായ്ക്കന്നൂർ വരുന്നത്. ബോഡി നായ്ക്കന്നൂരിൽ നിന്നും മുന്തൽ, പിന്നെ ടോപ്പ് സ്റ്റേഷന് താഴെയാണ് കൊരങ്ങണി എന്ന് പറയുന്നത്. അപ്പൊ ഈ കൊരങ്ങണിയിൽ നിന്നും ടോപ്പ് സ്റ്റേഷന്റെ തൊട്ട് താഴെയുള്ള പ്രദേശമാണ് കൊരങ്ങണി. അത് വലിയ പടുകൂറ്റൻ മലയാണ്, അത് കണ്ടല്ലോ. അപ്പൊ ഈ കൊരങ്ങണിയിൽ നിന്നും ഈ വലിയ മല കയറി കഴിഞ്ഞാൽ ടോപ്പ് സ്റ്റേഷനിലെത്താം. അപ്പൊ കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾ കണ്ടല്ലോ, ക്ലാരിഡ്ജും മാർട്ടിനും ഈ കൊരങ്ങണി വഴി കണ്ടുപിടിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ അന്നിവിടെ എത്തിയിരുന്ന എല്ലാ ഇംഗ്ലീഷുകാരും യൂറോപ്യൻസും തമിഴ്നാട്ടിൽ നിന്നും വന്നവരും എല്ലാം ഇതിനു മുമ്പ് വരെ എത്തിയിരുന്നത് ബോഡി മെട്ടിലെത്തി. ബോഡി നായ്ക്കന്നൂരിൽ നിന്നും ബോഡി മെട്ടിലെത്തി. ബോഡി മെട്ടിൽ നിന്നും ഈ കുന്നുകൾ, ഈ വലിയ കൊടുങ്കാടുകൾ കയറി സൂര്യനെല്ലി വാലിയിലെത്തി. ബോഡി മെട്ടിൽ നിന്നും സൂര്യനെല്ലി വാലിയിലെത്തി. സൂര്യനെല്ലി വാലിയിൽ നിന്നും ദേവികുളത്തെത്തി. അങ്ങനെയായിരുന്നു എല്ലാവരും കണ്ണൻദേവൻ കുന്നുകളിൽ വന്നിരുന്നത്. ഈ റൂട്ട് കണ്ടുപിടിച്ചതിന് ശേഷം അന്ന് എല്ലാവരും കൊരങ്ങണിയിലെത്തി. കൊരങ്ങണിയിൽ നിന്നും ഈ വലിയ മല കയറി കഴിഞ്ഞാൽ ടോപ്പ് സ്റ്റേഷനിലെത്താം. നേരെയുള്ള ആക്സസിബിലിറ്റി, അതായത് കൊരങ്ങണി എന്ന് പറയുന്നത് 1000 അടി ഹൈറ്റേ ഉള്ളൂ സീ ലെവലിൽ നിന്നും. ടോപ്പ് സ്റ്റേഷൻ എന്ന് പറയുന്നത് മോർ ദാൻ 6000 ഫീറ്റ് ആണ്. അപ്പൊ ഈ 1000 അടിയിൽ നിന്നും ഒരു 5000 അടി കയറി കഴിഞ്ഞാൽ ഈ 6000 അടി ഹൈറ്റിലേക്ക് എത്തും, ടോപ്പ് സ്റ്റേഷനിലേക്ക് എത്തും. അപ്പൊ ഈ വഴി കണ്ടുപിടിച്ചതിന് ശേഷം ഇവരെല്ലാം അതുവഴിയായിരുന്നു വന്നത്. അപ്പം അന്ന് അദ്ദേഹത്തിന്റെ അച്ഛൻ, നമ്മുടെ തലൈവറിന്റെ അപ്പൻ ഡാനിയൽ കങ്കാണി, ഇദ്ദേഹത്തെ തോളിലെടുത്താണ് ഈ കൊരങ്ങണി മലനിരകൾ കയറി ടോപ്പ് സ്റ്റേഷനിലെത്തിയത്.